ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, സൂറത്തു സൽസല മിക്കവാറും നമുക്കെല്ലാവർക്കും മനഃപ്പാടമുള്ള ചെറിയ ഒരു സൂറത്ത്, 8 ആയത്തുകൾ മാത്രമുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ്. മഹാന്മാരായ പണ്ഡിതന്മാർ ഈ സൂറത്തിന് ഒരുപാട് മഹത്വങ്ങളും ശ്രേഷ്ഠതകളും നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. ഇതിൻ്റെ അർത്ഥവും ആശയവും നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് ഭൗതികവും പാരത്രികവുമായ ഒരുപാട് നേട്ടങ്ങൾ ലഭിക്കും. ഇതാണ് പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് ഈ സൂറത്തിൻ്റെ അർത്ഥവും അതുപോലെ അതിൻ്റെ കുറച്ച് ശ്രേഷ്ഠതകളും ഇത് ഓതി പതിവാക്കിയാലുള്ള നേട്ടങ്ങളുമാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. വളരെയധികം ശ്രദ്ധാപൂർവം കേൾക്കുക. വളരെ ചുരുങ്ങിയ നിലക്കാണ് പറയുന്നുള്ളത്, കൂടുതൽ നീട്ടി ദീർഘിപ്പിച്ച് പറയുന്നില്ല. ഇതിൻ്റെ അർത്ഥം വളരെ ചുരുങ്ങിയ നിലക്ക് പറയുന്നത് ശ്രദ്ധിക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ. ഭൂമി അതിൻ്റെ പ്രകമ്പനം കൊള്ളിക്കപ്പെട്ടാൽ, ഭൂമി മൊത്തത്തിൽ പിടിച്ച് കുലുക്കപ്പെട്ടാൽ, വഅഖ്റജത്തിൽ അർദു അസ്ഖാലഹാ. ഭൂമി അതിൻ്റെ ഭാരങ്ങളെല്ലാം പുറന്തള്ളിയാൽ, അതായത് ഭൂമിയിൽ മറവ് ചെയ്യപ്പെട്ട മനുഷ്യർ, ജിന്നുകൾ, മറ്റ് ജീവജാലങ്ങൾ, അതുപോലെ നിധികൾ, മറ്റു പല വസ്തുക്കളും ഭൂമിക്കകത്തുള്ള എല്ലാം പുറന്തള്ളുന്ന ഒരു സമയം, ഖിയാമത്ത് നാളിൻ്റെ ഭയാനകമായ അവസ്ഥയാണ് ഈ സൂറത്ത് തുടക്കത്തിൽ തന്നെ പറയുന്നത്. വഖാലൽ ഇൻസാനു മാ ലഹാ. അന്ന് മനുഷ്യർ ചോദിക്കുന്നു, എന്തു പറ്റി? മാലഹ, ഭൂമിക്ക് എന്ത് സംഭവിച്ചു? എന്താണ് ഭൂമിക്ക് പറ്റിയത്? അല്ലാഹു തആല പറയുന്നു, യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ. അന്ന് ഭൂമി അതിൻ്റെ വർത്തമാനം പറയും. ഭൂമി അന്ന് സംസാരിക്കും. എന്താണ് ഭൂമി സംസാരിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, അതദറൂന മാ അഖ്ബാറുഹാ. സഹാബത്തിനോട് ചോദിച്ചു, അറിയോ എന്താ ഭൂമി വിളിച്ചു പറയാന്നുള്ളത്? സഹാബത്ത് പറഞ്ഞു, അല്ലാഹു റസൂലുഹു ആലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മനുഷ്യർ, നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, നന്മയാവട്ടെ തിന്മയാകട്ടെ, നാളെ ഭൂമി വിളിച്ചു പറയും. ഇന്നാലിന്ന വ്യക്തി ഇന്നാലിന്ന സമയത്ത് ഇന്നാലിന്ന സ്ഥലത്ത് വെച്ച് ഇന്ന കാര്യം ചെയ്തിരിക്കുന്നു എന്ന് വിളിച്ചു പറയുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിച്ചു കൊടുത്തു. എങ്ങനെ അത് പറയുന്നു? ബിഅന്ന റബ്ബക ഔഹാ ലഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് സന്ദേശം നൽകിയത് കൊണ്ടാണത്. അള്ളാഹുവിൻ്റെ പ്രത്യേകം അനുമതി പ്രകാരം അള്ളാഹു പറയാൻ പറഞ്ഞതുകൊണ്ടാണ് ആ ഭൂമി അങ്ങനെ വിളിച്ചു പറയുന്നത്. യൗമഇദിൻ യസ്ദുറുൻ നാസു അശ്താതൻ ലിയുറൗ അഅ്മാലഹും. അന്ന് ജനങ്ങളെല്ലാം വിവിധ വിഭാഗങ്ങളായിട്ട് മഹ്ശറിൽ നിന്ന് പുറപ്പെടും. അവർ ചെയ്ത നന്മകളും തിന്മകളും അതിൻ്റെ ഫലങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട്, നന്മയാണോ തിന്മയാണോ, എന്താണ് അതിൻ്റെ തിക്തഫലം എല്ലാം അറിയുന്നതിന് വേണ്ടി, കാണുന്നതിന് വേണ്ടിയിട്ട് അവിടുന്ന് മഹ്ശറിൽ നിന്ന് അവരെല്ലാം വിഭാഗങ്ങളായിട്ട് പുറപ്പെടുകയാണ്. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹ്. ആരെങ്കിലും ഒരു അണുമണി നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രതിഫലം അവൻ അവിടെ കാണുക തന്നെ ചെയ്യും. ഒരണുമണി നന്മ ചെയ്താൽ മതി. അതുപോലെ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറഹ്. ആരെങ്കിലും ഒരു അണുമണി തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും അവിടെ വെച്ച് അവൻ കാണും. അപ്പം ഏതൊരു നന്മയും നിസ്സാരമായിട്ട് കാണരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചല്ലോ. വലൗ അൻ തൽഖ അഖാക ബിവജ്ഹിൻ തലീഖ്. നിന്റെ സഹോദരനെ കാണുമ്പോൾ മുഖപ്രസന്നതയോടെ ചിരിയോടെ കാണുന്നത് അതുപോലും നിങ്ങൾക്ക് നന്മയായിട്ട് രേഖപ്പെടുത്തും. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, നരകത്ത് നിങ്ങൾ സൂക്ഷിച്ചോ. വലൗ ബിശിഖി തംറ. അതൊരു കാരക്കയുടെ കഷ്ണം കൊണ്ടാണെങ്കിലും ശരി. അതുപോലെ ഔ ബികലിമത്തിൻ ത്വയ്യിബ. ഒരു നല്ലൊരു വാക്ക് പറഞ്ഞുകൊണ്ടാണെങ്കിലും ശരി, നിങ്ങൾ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷ തേടിക്കൊള്ളുക. ഒരു ചെറിയ നന്മയെങ്കിലും നിങ്ങളൊന്നും നിസ്സാരമായിട്ട് കാണണ്ട. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ, അതിൻ്റെ കാരണം കൊണ്ട് വരെ അള്ളാഹു നിങ്ങൾ രക്ഷപ്പെടുത്തും. അതുപോലെ നിങ്ങൾ തെറ്റ് ചെറുതാണെന്ന് വിചാരിച്ചിട്ട് ചെയ്തുകൊണ്ടേയിരിക്കരുത്. തെറ്റുകൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് ചെറുതാണെങ്കിലും അതൊക്കെ അതിൻ്റെ
തിക്തഫലം അവിടെ അനുഭവിക്കേണ്ടി വരും എന്നാണ് ഖുർആനിൽ ഇവിടെ അള്ളാഹു താല പറയുന്നത്. ഇത് കേട്ടപ്പോഴാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒക്കെ കരഞ്ഞത്. അതുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ച് സമാധാനിപ്പിച്ചു. ഇങ്ങനെ മനുഷ്യരായതുകൊണ്ട് പലപ്പോഴും തെറ്റുകളൊക്കെ സംഭവിച്ചു പോകുമെങ്കിലും തൗബ ചെയ്യാനുള്ള അവസരം നമുക്കൊക്കെ അള്ളാഹു താല നൽകിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തെറ്റുകൾ വരാതെ നമ്മൾ സൂക്ഷിക്കുക. വല്ല തെറ്റുകളും ചെറുതോ വലുതോ എന്താണെങ്കിലും ഉടനെ അസ്തഗ്ഫിറുല്ലാഹൽ അദീം വഅതൂബു ഇലൈഹി എന്ന് പറഞ്ഞ് വേഗം തൗബ ചെയ്ത് നമ്മൾ ഖേദിച്ച് മടങ്ങുകയും ചെയ്യണം. ചുരുക്കത്തിൽ വളരെ വിശാലമായ അർത്ഥമുള്ള ഒരു സൂറത്താണിത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. സൂറത്തുൽ ജാമിഅ എല്ലാം ഉൾക്കൊള്ളുന്ന, വലിയ ആശയം ഉൾക്കൊള്ളുന്ന എന്ന് പറഞ്ഞ അവസാനത്തെ ഈ 2 കാര്യം പറഞ്ഞല്ലോ. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹ് വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറഹ്. ആരെങ്കിലും ഒരു അണുമണി തൂക്കം നന്മ അതുപോലെ തിന്മ ചെയ്താൽ അതൊക്കെ കാണേണ്ടി വരുമെന്ന് പറഞ്ഞത് ഇതെല്ലാ വിഷയവും അതിൽ ഉൾപ്പെട്ടു എന്ന നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇനി ഈ അർത്ഥവും ഇതിൻ്റെ ആശയങ്ങളൊക്കെ ചുരുങ്ങിയ നിലക്കാണ് പറഞ്ഞിട്ടുള്ളതെങ്കിലും ഇത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് എപ്പോഴും ഓതണം. രാത്രിയിൽ ഓതണം, പറ്റുമെങ്കിൽ പകലിൽ ഓതണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ശ്രേഷ്ഠതകൾ നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് കാണാം. ഈ സൂറത്ത് ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ എന്ന് തുടങ്ങുന്ന ഈ സൂറത്ത് അത് ഖുർആനിൻ്റെ നേർ പകുതിക്ക് തന്നെ തുല്യമാണ്. അത്രയും വലിയ മഹത്വം ഈ സൂറത്തിനുണ്ട്. അതുപോലെ നമുക്ക് ഈ സൂറത്ത് നിസ്കാരങ്ങളിൽ, സുന്നത്ത് നിസ്കാരങ്ങളിലൊക്കെ നമുക്ക് ഓതാൻ കഴിഞ്ഞാൽ പണ്ഡിതന്മാർ പറയുന്നു, അങ്ങനെ സുന്നത്ത് നിസ്കാരങ്ങളിലൊക്കെ ഒരാൾ ഓതിയിട്ട് പതിവാക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകം സുരക്ഷ ഏർപ്പെടുത്തുമെന്നാണ്. അവനക്ക് ഭൂമി കുലുക്കം കൊണ്ടുള്ള അപകടങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടാവുകയില്ലെന്നും അതുപോലെ ഇടി മിന്നൽ പോലെയുള്ള പ്രയാസങ്ങൾ അവനെ ഏൽക്കുകയില്ലെന്നും അതുപോലെ അപകടങ്ങളും ദുരന്തങ്ങളും ആഫത്ത് മുസീബത്തുകളൊക്കെ അവനെ തൊട്ട് മാറിപ്പോകുന്നതാണെന്നൊക്കെ പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. അതുപോലെ തന്നെ ഈ സൂറത്ത് ഒരാൾ ഒരു പ്രത്യേകം എന്തെങ്കിലും കാര്യം നടക്കണം എന്നുദ്ദേശിച്ചുകൊണ്ട് ഒരു 41 തവണ ഒരാൾ ഓതി തവസ്സുലാക്കിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഒരു 5 ദിവസമോ അല്ലെങ്കിൽ ഒരു 7 ദിവസമോ തുടരെയായിട്ട് 41 തവണ ഓതി അതിനുശേഷം അള്ളാഹുവേ എൻ്റെ ഈ മഹത്തായ സൂറത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന എൻ്റെ ഈ കാര്യം നീ നടത്തി തരണമേ എന്ന് പറഞ്ഞ് ദുആ ചെയ്യുക. അല്ലെങ്കിൽ എൻ്റെ ഇന്നാലിന്ന വിഷമങ്ങൾ പ്രയാസങ്ങൾ ഇന്നാലിന്ന രോഗം നീ എനിക്ക് മാറ്റിത്തരണേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ദുആ ചെയ്താൽ ആ ദുആ സ്വീകരിക്കപ്പെടുമെന്നും നമ്മുടെ ആഗ്രഹങ്ങൾ നടപ്പിലാക്കപ്പെടുമെന്നും പണ്ഡിതന്മാർ മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുപോലെ ശത്രുക്കളുടെ ഷർറുകൾ ഉണ്ടെങ്കിൽ, ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ, ശത്രുക്കളെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ 7 തവണ എപ്പോഴും ഓതിക്കൊണ്ടിരുന്നാൽ ആ ശത്രു ഒതുങ്ങിപ്പോകുമെന്നും മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ ഏതെങ്കിലും നിങ്ങൾ ഇഷ്ടപ്പെടാത്ത, നിങ്ങളെ വെറുപ്പിക്കുന്ന ശത്രുക്കൾ ഇങ്ങോട്ട് കയറി വരുന്നത് കണ്ടാൽ ഈ സൂറത്ത് നിങ്ങൾ ഓതിക്കഴിഞ്ഞാൽ, ആ സമയത്ത് അവർ വരുന്ന സമയത്ത് ഓതിക്കഴിഞ്ഞാൽ അതിൻ്റെ കാരണം കൊണ്ട് അവരുടെ ഷർറുകളൊന്നും നിങ്ങൾക്ക് ഏൽക്കേണ്ടി വരില്ല. അതെല്ലാം അള്ളാഹു നിങ്ങളെ തൊട്ട് തടുക്കും എന്നൊക്കെ മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ ഈ സൂറത്ത് പതിവാക്കിക്കൊണ്ടിരിക്കുന്നവർ എപ്പോഴും രാത്രിയിലും പകലിലും നമ്മൾ ഓതിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് മരണസമയത്ത് വരെ അള്ളാഹുവിൻ്റെ പ്രത്യേകം മലക്കുകൾ ഇറങ്ങി വന്നുകൊണ്ട് ശുപാർശ ചെയ്യും എന്നുവരെ മഹാന്മാർ പറഞ്ഞതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ ഖബറിലും ആഖിറത്തിലും നമുക്ക് ഈ സൂറത്ത് വലിയൊരു മുതൽക്കൂട്ടാകും എന്നും അതുപോലെ മരണ സന്ദർഭത്തിൽ മരണം എളുപ്പമാകുന്നതിനും ഈ സൂറത്ത് പതിവാക്കുന്നത് വലിയ ഉപകാരം ചെയ്യുമെന്നും മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട്. അതുകൊണ്ട് ചുരുങ്ങിയത് ഒരു 2 തവണയെങ്കിലും എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഓതണം. രാത്രി പറ്റുന്നില്ലെങ്കിൽ ഒരു പ്രാവശ്യം പകലും ഒരു പ്രാവശ്യം രാത്രിയും അങ്ങനെയായിട്ട്. അതുപോലെ മറ്റുള്ള സുന്നത്ത് നിസ്കാരങ്ങളിലൊക്കെ ഈ സൂറത്ത് നമുക്ക് പതിവാക്കാൻ പറ്റിയാൽ അതും വലിയ ഒരു നേട്ടമായിട്ട് ഞാൻ പറഞ്ഞല്ലോ. അതിൻ്റെ കാരണം കൊണ്ട് ഒരുപാട് സുരക്ഷ നമുക്ക് ഏർപ്പെടുത്തുമെന്നും മഹാന്മാരൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ സൂറത്തിൻ്റെ അർത്ഥവും ആശയവും ഒക്കെ മനസ്സിലാക്കി പതിവാക്കാൻ നമ്മൾ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ.